ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ 65 നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സൈസിലുള്ള പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലോടുകൂടിയുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ചിക്കനാണ്. ഇനി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കനിൽ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പൊടികളെല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ മസാലയും ഉപ്പും എല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോ പീസായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചിക്കൻ്റെ ഉൾഭാഗം പാകത്തിന് കുക്കായും കിട്ടില്ല. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കൂടുതൽ മൂത്ത് ഹാർഡായി പോകരുത്. ചിക്കൻ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൂടുതൽ ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്. ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡായി പോകും. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡ് മൂത്ത് നല്ല ക്രിസ്പിയും നല്ല പാകത്തിന് കുക്കായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 65 ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ വറുത്തെടുത്ത പാനിൽ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് പൊട്ടിക്കണം. ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് മൂപ്പിക്കണം. ഇപ്പോൾ വെളുത്തുള്ളി മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതും 3 ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഉണക്കമുളകും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ 65ന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിൻ്റെ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ് എല്ലാം ചിക്കനിൽ പിടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. സോസ് എല്ലാം ചിക്കനിൽ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ ചിക്കൻ 65 ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്